ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സമാധാനം. വചനകിരണത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരമ്മ തൻ്റെ മകൾക്ക് ഇയർ 12 പരീക്ഷയിൽ നല്ല സ്കോർ കിട്ടുവാനായി പ്രാർത്ഥിച്ചു. തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം അമ്മയോട് പറഞ്ഞു, ഇത്തവണ 3 ലക്ഷം പേർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്റെ മകൾക്കുള്ള സവിശേഷത എന്താണ്? അമ്മ പറഞ്ഞു, ഞാൻ $1000 പെരുന്നാൾ ഓഹരി എടുത്തിട്ടുണ്ട്. ദൈവം അവളോട് പറഞ്ഞു, വഴിപാട് നടത്തിയതനുസരിച്ചാണെങ്കിൽ നിന്റെ കൂട്ടുകാരി അവളുടെ മകനു വേണ്ടി 5 ഷെയർ എടുത്തിട്ടുണ്ട്. ദാരിദ്ര്യം നോക്കിയിട്ടാണെങ്കിൽ നിന്റെ അയൽവക്കത്തുള്ള സാധുവായ സ്ത്രീ $2 വഴിപാടായി തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അമ്മ ദൈവത്തോട് പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ നടന്നാൽ മതി. പ്രാർത്ഥന മനുഷ്യഹിതവും ദൈവഹിതവും തമ്മിലുള്ള സമരത്തിലൂടെ, സംഘർഷത്തിലൂടെ ദൈവഹിതത്തിലേക്ക് മനുഷ്യൻ മാറുന്നതാണ്. ഗത്ശമന ഉദാത്തമായ പ്രാർത്ഥനയുടെ ഒരു നല്ല ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട്. ഒറ്റുകൊടുക്കുവാൻ കാത്തിരിക്കുന്നവർ, തള്ളിപ്പറയുവാനും ഒറ്റപ്പെടുത്തുവാൻ മടിയില്ലാത്തവർ, തീവ്രമായ മരണവേദന മുന്നിൽ കണ്ട് പ്രാർത്ഥന സഹായം അഭ്യർത്ഥിച്ചപ്പോൾ പോയവർ, തീവ്രമായ ഏകാന്തതയിൽ യേശു പിതാവിനോട് പങ്കിടുന്ന ഹൃദയ വികാരമാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36-ൽ പങ്കുവയ്ക്കുന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അടുത്ത നിമിഷം കുരിശുമരണമെന്ന കാസാത്ത് താൻ തന്നെയാണ് കുടിക്കേണ്ടതെന്ന മനുഷ്യാവതാര രഹസ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നു, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെയാകട്ടെ. പ്രലോഭനം ഉണ്ടാകാതിരിക്കാനല്ല, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. യേശുവിനോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ തൻ്റെ ശിഷ്യന്മാർ പതറുകയില്ലായിരുന്നു. ഗത്ശമനയിൽ സത്യം അന്തിമ വിചാരണ നേരിടുന്ന സമയത്ത് തൻ്റെ ഹിതത്തിൽ നിന്ന് ദൈവഹിതത്തിലേക്ക് ഉയരണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവപുത്രനായ യേശുവിന് തൻ്റെ ആത്മീയ ശക്തി തനിക്ക് അനുകൂലമായി ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ നാം പ്രാർത്ഥിക്കുന്നത് അപ്പാടെ ലഭിക്കുക എന്നതല്ല പ്രാർത്ഥനയുടെ ലക്ഷ്യം. ദൈവഹിതത്തെ നമ്മുടെ ഹിതമാക്കി മാറ്റുകയാണ്. യേശു തൻ്റെ ശരീരത്തെ വേദനയ്ക്കും സഹനത്തിൻ്റെ കാസ കുടിക്കണമെന്ന പിതാവിൻ്റെ ഹിതത്തിനും വിട്ടുകൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഗത്ശമനകൾ ഉണ്ടാകാറുണ്ട്. അത് രോഗമാകാം, ഉറ്റവരുടെ ആകസ്മിക വേർപാടാകാം, ഒറ്റപ്പെടലാകാം, കഷ്ടങ്ങളും നഷ്ടങ്ങളുമാകാം. ഗത്ശമനയുടെ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴി പ്രാർത്ഥനയാണ്. ഈ കഠാനുഭവവാരത്തിൽ ഉത്തരവാദിത്വം മറന്നുറങ്ങുന്നവരാകാതെ യേശുവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറണമേ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.